ஓம் நமச்சிவாயா, ஓம் நமச்சிவாயா. ஏகாம்பரநாதர் கோவிலில் 10வது நாளான திருக்கல்யாண உற்சவத்தில் அவர்களது பெற்றோர்களுக்கும் உறவினர்களுக்கும் காஞ்சி தேவஸ்தானத்தின் வாழ்த்துக்களை தெரிவிக்கின்றோம். ഓം നമ ശിവായ, ഓം നമ ശിവായ. വിവാഹത്തിൽ വിവാഹിതരാകാൻ എത്തിയിരിക്കുന്നു. இங்கு பதிவு செய்யப்பட்டிருக்கும் பெயர் വരിസയാക നിൽക്ക വേണ്ടും. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് ഇവനെയും കൂട്ടി ക്ഷേത്രാങ്കണത്തിൽ നിരനിരയായി നിൽക്കേണ്ടതാണ്. மணமகள் பெரும்பட்டியூர் பெரியமுத்து ராசா கவுண்டருடையும் ராஜலட்சுமி அம்மாவோடையும் மகள் முத்துலட்சுமி. மணமகன் அம்பத்தூர் பெருமாள் தேவருடையும் பொன்னி அம்மாவுடையும் மகன் காமு ரத்தினம். അച്യുതൻകുട്ടിയെ കണ്ടില്ലല്ലോ. അതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കെ. അല്ല, അവനെ ഒന്ന് വിളിച്ചാലോ? ഹേയ്, അതൊന്നും വേണ്ട. മുഹൂർത്തത്തിനും അവൻ ഇങ്ങ് എത്തിക്കോളും. ഞാനിപ്പോ വരാം. ഹലോ ഹലോ. പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത് നന്നായി. ശരവണ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ തന്തയും തള്ളയെ സമ്മതിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു വരട്ടങ്ങ് വരട്ടിക്കോ. ശരവണ്ണ എവിടെ? ശരവണ നല്ല മച്ച. മീനാക്ഷിയോட കഴുത്തിലെ താലിയ കെട്ട പോறது நான் தான், இந்த மாரியப்பன். അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലടാ ദ്രോഹി. ஏதாவது இடைஞ்சில் போட்டு சீவிடுவேன். എന്നെ കൊല്ലരുത്. ഹേയ്, എന്താ ഇത്? ஏய், சத்தம் போடக்கூடாது. உன் கழுத்துல தாலியை கட்ட போறது அக்ஷதன்குட்டி அல்ல, நான் தான். உனக்கு சம்மதம்னா அப்பாவோடும் அம்மாவோடும் ஆசீர்வாதம் வாங்கலாம், இல்லன்னா இவங்க சமாதி எங்கயா கட்டுவேன். ശാന്താടിയും വെച്ച് ഇറങ്ങിയേക്കണം. காஞ்சிபுரம் மாவட்டம் முத்துலிங்க முதலியாரோடையும் திருமதி செல்லாத்தாவோடையும் மகன் ஆர்.கே. மாரியப்பன். காஞ்சிபுரம் மாவட்டம் திருமதி தேவநாயகியின் மகள் செல்வி மீனாட்சி. താങ്ക് യു. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് കിടക്കായിരുന്നു.
ഓടിങ്ക. ഓടിങ്ക. ഓടെ. ഓടി. ഓടോ. வேலுச்சாமியுடையும் திருமதி திருமதி விஜயம்மாவுடைய അറിയാ. ഓടിങ്ക. காவல்துறை அதிகாரிகள் கவனிக்கவும். தவறான பெயரை கொடுத்த மாரியப்பன் என்பவனையும் அவனது கூட்டாளிகளையும் உடன் கைது செய்ய வேண்டும். நான் இந்த கல்யாணத்துக்கு சம்மதிக்க மாட்டேன். மாரியப்பா விடுறா. ஓ கடவுளே. ஓடி. അച്യുതൻകുട്ടി, എന്റെ പ്രാർത്ഥന പരദൈവങ്ങൾ കേട്ടു. കല്യാണാഘോഷം നടത്താൻ നിങ്ങളെ വരുത്തിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചതും സാക്ഷാൽ ഏകാംബരേശ്വരനും കാഞ്ചി കാമാക്ഷിയുമാണ്. എന്താന്നറിയോ, ഇവള് നിനക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോള്, നിന്റെ മുറപ്പെണ്ണ്. അതെ, എന്റെ മോൻ ശരവണ്ണനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഞാൻ എന്തൊക്കെ കളി കളിച്ചു. പക്ഷെ കല്യാണം ഒരു യോഗമാണ്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള യോഗം അച്യുതൻകുട്ടിക്കാണ്. മുഹൂർത്തം ആവാറായി. താലി കെട്ടാൻ ഒരുങ്ങിക്കോ. ഇല്ല ബാലമാമേ, ഞാൻ ഇപ്പോ ഒരു കല്യാണത്തിന് തയ്യാറാണ്. നിന്റെ വാശിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്? വാശിയൊന്നുമല്ല, ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഏറ്റവും മോഹിച്ചത് അവനാ, നജീബ്. അവനിപ്പോ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. അവന് ബോധം തിരിച്ചു കിട്ടാതെ ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. ബോധം തിരിച്ചു കിട്ടി. ഈ പൈലിപ്പിള്ളയോട് ഞാൻ പലിശയ്ക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാവുന്ന നീ ഏറ്റെന്നറിഞ്ഞപ്പോഴേ എനിക്ക് ബോധം തിരിച്ചു കിട്ടി അച്യുതൻകുട്ടി. ഓ, അപ്പൊ എല്ലാം നിന്റെ വേഷം കെട്ടായിരുന്നു അല്ലേ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ എന്ത് വേഷം കെട്ടാനും ഇനിയും ഞാൻ തയ്യാറാ. മേളം തുടങ്ങി. ഇനിയും നിന്റെ വാശി വേണ്ട. കെട്ടണ താലി. ഇതാ താലി. എന്റെ ഏകാംബരനാഥ, എല്ലാ ഇവന്റും പ്ലാൻ ചെയ്യുന്നത് നീ, മാനേജ് ചെയ്യുന്നത് നീ. ഞങ്ങൾ അനുഗ്രഹിക്കണേ. ദീർഘസുമംഗലീ ഭവ.